അങ്ങനെ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാനും വിസ്തരിക്കാനും അതുവഴി അലീനയെ പറഞ്ഞയക്കാനും ഒക്കെ ആയിട്ട് വൈജയന്തിയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ബബിതയോട് പോയിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. ബബിതയുടെ അടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് അലീനയെ റൂമിൽ പൂട്ടിയിട്ടിട്ട്, അതായത് അലീനയോട് പറയുന്നുണ്ട്, പൂട്ടിയിടുകയല്ല, അലീനയോട് പറയുന്നുണ്ട് കതക് കുറ്റിയിട്ടിട്ട് ഇവിടെ ഇരിക്കണം, ഞാനല്ലാതെ വേറെ ആര് വന്ന് വിളിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ താഴെ കേട്ടാലും നീ താഴേക്ക് ഇറങ്ങി വരരുത് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനെ കാണുമ്പോൾ എല്ലാവരും വളരെ ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശിവേട്ടനാണ് ആദ്യം വിഷ് ചെയ്യുന്നത്. ആ ബാലചന്ദ്ര വാ, വന്നിരിക്കുക, കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോളാം, നിങ്ങളൊക്കെ അല്ലേ അതിഥികൾ, നിങ്ങൾ ഇരിക്കുകയും എന്ന് പറയാട്ടോ. അതേസമയം ശിവശങ്കരൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒന്നിനും സഹകരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാലചന്ദ്ര ശരിയാവുക? ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതെങ്ങനെ ശരിയാകും? ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് അന്യനാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് ഒക്കെ രമ്യതയിലാക്കിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ രണ്ടുപേരും അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ശരിയാകും എന്ന് പറയട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തോ ഇല്ല എന്ന് പറയണം ബാലചന്ദ്രൻ. അതെന്താ ബാലചന്ദ്രൻ എങ്ങും തൊടാതെ ഒരു സംസാരം? ഈ കുടുംബം ബാലചന്ദ്രൻ്റേതേ അല്ലേ? ഈ കുടുംബത്തിലെ ബാലചന്ദ്രൻ്റെ ഭാര്യയല്ലേ ഞങ്ങളുടെ പെങ്ങള്? അപ്പോൾ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ കൂടി കടമയല്ലേ എന്ന് ചോദിക്കണം. അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിച്ചോ, അതിന് എന്നെ എന്തിനാണ് വിളിക്കുന്നത്, എന്നോട് എന്തിനാണ് സംസാരിക്കാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിലാണല്ലോ പ്രശ്നങ്ങളുള്ളത്, അവളുടെ പ്രശ്നം ഈ വീട്ടിലാണല്ലോ സംഭവിക്കുന്നത് എന്ന് പറയാണ് ശിവശങ്കരൻ. അപ്പോൾ മറ്റുള്ളവരും ഈ രാവുണ്യമ്മയുടെ മക്കളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ അങ്ങനെ പറയരുത്, വൈജയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആങ്ങളമാർക്ക് അവളൊരു പെങ്ങളാണുള്ളത്, അവളുടെ പ്രശ്നം ഞങ്ങളുടെ കൂടി പ്രശ്നമാണ്, അത് സോൾവ് ആക്കിയിട്ട് അവളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഓ നിങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അവളുടെ ജീവിതം സേഫ് ആക്കണം എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറയാട്ടോ. അതെന്താ ബാലചന്ദ്ര താൻ അങ്ങനെ പറയണത്? ഞങ്ങൾക്കൊക്കെ എന്ത് കാര്യം അറിയാമെന്നാണ്? അറിയാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിൽ ഇരിക്കട്ടെ എന്ന് ബാലചന്ദ്രൻ പറയാട്ടോ. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ബാലചന്ദ്രൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയാണ്. എന്താണെന്നുള്ളത് അത് വ്യക്തമാവുന്നില്ല കേട്ടോ. വൈജയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കണം. ആ സമയം കമല പറയുന്നുണ്ട്, അല്ല ബാലേന്ദ്രൻ ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണോ? ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയോടും മക്കളോടും യുദ്ധം ചെയ്യുക, ഒരു വേലക്കാരി പെണ്ണിനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതിൻ്റെ പേരിൽ വീട് വിട്ടുപോയി അവളെയും കൂട്ടിയിട്ട് ഒരു റിസോർട്ടിൽ പോയി റൂം എടുത്ത് താമസിക്കുക, അയ്യേ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. ആകെ നാണക്കേടാവുമല്ലോ നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്കും ജീവിക്കേണ്ട ഈ നാട്ടിലൊക്കെ എന്ന് പറയാണ് കമല. അത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കമലേട്ടത്തി ഒരു കാര്യം ചെയ്യ്, ഈ വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞാൽ മതി. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കായി നിൽക്കുന്ന പെൺകുട്ടിയും കൂട്ടിയിട്ട് ഞാൻ റിസോർട്ടിൽ പോയി റൂം എടുത്തുനിന്ന് കമലേട്ടത്തി എന്തിനാണ് നാണിക്കുന്നത്? ഞാനല്ലേ അങ്ങനെ ചെയ്തത്, നാണിക്കേണ്ടത് ഞാനല്ലേ, ആളുകൾ കളിയാക്കേണ്ടത് എന്നെയല്ലേ, ആൾക്കാരെ എന്നോട് ചോദിച്ചു വരട്ടെ, അന്നേരം അവരോട് പറയാൻ എനിക്ക് നല്ല മറുപടിയുണ്ട്, എൻ്റെ അടുത്ത് ശക്തമായ തെളിവും മറുപടിയും ഒക്കെ ഉണ്ട് എന്ന് പറയാണ്. താൻ എന്തൊക്കെയാണ് ബാലചന്ദ്ര ഈ പറയണത്? തൻ്റെ അടുത്ത് എന്ത് തെളിവും എന്ത് മറുപടി ഉണ്ടെന്നാണ് എന്ന് ചോദിക്കുകയാണ് ശിവശങ്കരൻ. എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ വിളമ്പണം എന്നുള്ള വാശി നിങ്ങൾക്ക് നല്ലതല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാണം കെട്ട് തല കുനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നത് നിങ്ങളായിരിക്കും എന്ന് പറയണം. താനൊന്നും ചെയ്യാൻ പോണില്ല, താൻ ഒരു ഒലത്തും ഇവിടെ നടത്താൻ പോണില്ല, ഒന്ന് പോയ അവിടുന്ന്, തൻ്റെ ഈ പ്രകടനമൊക്കെ എങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് രാജീവ് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണേ. അങ്ങനെ രാജീവ് അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ, പിന്നെ നീ എന്ത് ചെയ്യാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും പേര് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നിന്നെ കൊന്നിട്ടാണെങ്കിലും കയ്യും കാലും ഒടിച്ചിട്ടിട്ടാണെങ്കിലും അലീനയെ ഇവിടെ നിന്ന് ഞങ്ങൾ പടിയടച്ച് പിണ്ടം വെക്കും എന്ന് തന്നെ പറയട്ടോ. അവളെ വലിച്ചു വെച്ചിട്ടാണെങ്കിലും പുറത്തോട്ട് കൊണ്ടുപോയിട്ട് കളയും എന്ന് പറയുമ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ബാലചന്ദ്രൻ കൈ വീശി ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മുടെ രാജീവിന്.
അത് കണ്ടതും രാജീവൊക്കെ നടുങ്ങി പോവട്ടെ. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനൊരു പ്രഹരമേൽക്കുമെന്ന് സ്വപ്നേ രാജീവൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ആരും വിചാരിച്ചിട്ടില്ല. ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ രാജീവ് ഇങ്ങനെ ചെയ്തപ്പോൾ എല്ലാവർക്കും അത് അപമാനമാവട്ടോ. വൈജയ്ക്ക് ഇങ്ങോട്ട് ദേഷ്യം വരികയാണ്. രാജീവനാണെങ്കിൽ എന്ത് മറുപടി, എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കണം. ശിവേട്ടനും അതുപോലെ തന്നെ കേട്ടോ. ബാലേന്ദ്ര എന്താ താനീ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ശിവേട്ടൻ വരുമ്പോൾ ശിവേട്ടൻ മിണ്ടണ്ട, ഇത് ഇവന് ഞാൻ കൊടുക്കാനുള്ളതായിരുന്നു. എൻ്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ വീട്ടിൽ ശമ്പളം കൊടുത്ത് നിൽത്തുന്ന ഒരു ഹോം നേഴ്സിനെ എൻ്റെ അനുവാദം കൂടാതെ അവളുടെ കയ്യെ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പുറത്താക്കുക. എവിടുത്തെ ന്യായമാണത്? എൻ്റെ വീടാണത്. ഇവിടെ വന്ന് ആർക്കും തോന്നുന്നത് പോലെ പ്രവർത്തിക്കാൻ ആർക്കും ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. രാജീവാണെങ്കിൽ ദേഷ്യവും അപമാനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആകെ ഇങ്ങനെ നാണം കെട്ട് ഇങ്ങനെ നിൽക്കണം. അതിന് കൊടുത്ത ശിക്ഷയാണ് ഇത് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചതാണ് രാജീവന്. പക്ഷേ ഇയാൾ രക്ഷപ്പെട്ടു പോയി കളഞ്ഞു. ദൈവം എൻ്റെ മുന്നിൽ തന്നെ ഇയാളെ കൊണ്ടുവന്നെത്തിച്ചു. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നെത്തിച്ചത്. നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അലീന ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. അവൾ എൻ്റെ മകളാണ്. എൻ്റെ ബബിതയും എൻ്റെ കൃഷ്ണയും എങ്ങനെയാണോ എനിക്ക്, അതുപോലെ എൻ്റെ മൂത്ത മകളാണ് അലീന. ആ ഒരു സ്നേഹം ഞാൻ അവൾക്കും, ഒരച്ഛൻ എന്ന സ്നേഹം അവൾ എനിക്കും തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അച്ഛനും മകളും ആണെന്ന് പറഞ്ഞാൽ ആരും ഒന്നും മനസ്സിലാക്കത്തില്ലല്ലോ, ആർക്കും ഒന്നും മനസ്സിലാവത്തില്ലല്ലോ, എല്ലാവരും അങ്ങോട്ട് വിശ്വസിക്കല്ലോ, പൊട്ടന്മാരല്ലേ എല്ലാവരും എന്ന് പറയുമ്പോൾ കമലേട്ടത്തി വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, എനിക്ക് യാതൊരു നിർബന്ധമില്ല കമലേട്ടത്തി വിശ്വസിക്കണമെന്നുള്ളത്. കമലേട്ടത്തിയുടെ പാരമ്പര്യത്തിലൊക്കെ അങ്ങനെ പലതും ഉണ്ടായിരിക്കും, അച്ഛനും മകളും ഒക്കെയാണെന്ന് പറഞ്ഞ് പല സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഞാൻ ആരാണെന്ന് അവൾക്കും അറിയാം, അവൾ ആരാണെന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. അതെങ്ങനെ ശരിയാവും ബാലചന്ദ്ര? ഇവിടെ ഭാര്യ എന്ന പദവി അലങ്കരിക്കുന്നത്, അതായത് ഒരു ഭാര്യ എന്ന ഒരു സ്ഥാനം വൈജയ്ക്ക് നീ കൊടുക്കാത്തത് എന്താ? അങ്ങനെ ഒരു പരിഗണന പോലും കൊടുക്കാത്തത് എന്താന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അർഹതയ്ക്കനുസരിച്ച് മാത്രമേ ഞാൻ ആർക്കും ആ സ്ഥാനം കൊടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതെന്താ വൈജയ്ക്ക് നിൻ്റെ ഭാര്യയാണെന്ന് പറയാനുള്ള അർഹതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴില്ല എന്ന് പറയട്ടോ. എന്തൊക്കെയാണ് ബാലചന്ദ്ര താൻ ഈ പറയണത്? ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ശരി, നിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറ. എന്തുകൊണ്ടാണ് നീ വൈജയെ അവഗണിക്കുന്നത്? അവൾക്ക് നല്ല വിഷമമുണ്ട്, മക്കൾക്ക് നല്ല വിഷമമുണ്ട്. നീ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ എവിടുന്നോ വന്ന് കയറി ഒരു പെണ്ണിനെ മകളാണെന്നും പറഞ്ഞ് അവളെ മാത്രം പുന്നാരിച്ച് അവളെ കൊഞ്ചിച്ച് അവളോട് മാത്രം സംസാരിച്ച് നടക്കുമ്പോൾ നിൻ്റെ മക്കളല്ലേ ഇവിടെ മറ്റുള്ളവരും, അവർക്കും ഒരു വിഷമമൊക്കെ അല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളെ എല്ലാവരെയും പറയണ്ട. കൃഷ്ണമോൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ബബിതയ്ക്കും രോഹിത്തിനും എൻ്റെ അടുത്ത് വരാം, സംസാരിക്കാം, ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ എന്ന് മാത്രം പറയാട്ടോ. അവർ വലുതായ കുട്ടികളാണ്. കൃഷ്ണമോൾ അങ്ങനെയല്ല, അവൾക്കൊന്നും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ രോഹിത്തും ബബിതയും അങ്ങനെയല്ല, അവർ കുറച്ച് വലുതായില്ല, അവർ കാര്യങ്ങൾ മനസ്സിലാക്കി, അതുകൊണ്ട് വൈജയുടെ കൂടെ നിൽക്കുന്നു എന്ന് കമല പറയാട്ടോ. ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി കൃഷ്ണമോൾ മാത്രമാണ്. കൃഷ്ണമോളുടെ അത്രയും കാര്യങ്ങളൊന്നും രോഹിത്തിനോ ബബിതയ്ക്കോ ഒന്നും അറിയത്തില്ല. അവൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവൾ എൻ്റെ കൂടെ നിൽക്കുന്നത്, എൻ്റെയും അലീനയുടെയും കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആരാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്, ആരാണ് വലുത് ചെറുത് എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തിയില്ല. കൃഷ്ണമോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഓക്കെ ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, കൃഷ്ണമോൾ നിൻ്റെ കൂടെ നിൽക്കുന്നു, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ബാക്കി 3 പേർക്കും അവളെ ഇവിടെ നിർത്തുന്നത് താല്പര്യമില്ല. നിനക്കും കൃഷ്ണയ്ക്കും മാത്രമേ താല്പര്യമുള്ളൂ. അപ്പോൾ നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷമൊക്കെ നിലനിർത്തേണ്ടത് താൻ തന്നെയല്ലേ ബാലചന്ദ്ര എന്ന് ചോദിക്കുകയാണ് ശിവേട്ടൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ രാവണ്യമാമയുടെ മക്കളും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ കുടുംബം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരു കുടുംബമാണ്. ഈ ഒരു കുടുംബം നേടിയെടുക്കുന്നതിൻ്റെ പുറകിൽ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തോരം നാണം കെട്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ, അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ നിൽക്കുന്ന വൈജ എൻ്റെ ഭാര്യയ്ക്ക് പോലും എന്നെ ഇഷ്ടമല്ലായിരുന്നു, എന്നെ ഇഷ്ടമില്ലാതെയാണ് കല്യാണം പോലും കഴിച്ചത്. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും നിർബന്ധിച്ചിട്ടാണ് അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്. അതിൻ്റെ പുറകിലെ കാര്യകാരണങ്ങൾ
കാരണങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ, എന്നെക്കൊണ്ട് കൂടുതലും പറയിപ്പിക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശിവശങ്കരനാണെങ്കിലും ഭയങ്കര ഷോക്കടിച്ച പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ ഇപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു വരുന്നത്? വൈജയ്ക്കും ആകെ പെട്ടെന്ന് ആകെ ഞെട്ടിപ്പോവാണ് ഇതിങ്ങനെയൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പെങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നോട് ഒട്ടും താല്പര്യമില്ലാതെയാണ്. കടന്നു വന്ന അന്ന് മുതൽ എന്നെ ഭരിക്കാനാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. എനിക്ക് അവളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അനുവദിച്ചു കൊടുത്തു. പക്ഷേ അത് എനിക്ക് ഓപ്പോസിറ്റ് ഫലമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ എല്ലാത്തിനും അവസരം കൊടുക്കുന്നില്ല ഞാൻ എന്ന് പറയണം. ഈ വീട് എൻ്റേതാണ്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ഇവിടേക്ക് ഒരു സാധനവും ആരും കൊണ്ടുവന്ന് തന്നിട്ടില്ല. കൊല്ലപ്പള്ളിയിലുള്ള ഒരു സ്വത്തും ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ വീടാണ്. എൻ്റെ വീട് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അതിൽ എൻ്റെ ഒരു ഇഷ്ടമാണ് എൻ്റെ മൂത്ത മകൾ അലീന. അതുകൊണ്ട് അവളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് ഇനിയില്ല. അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിന്ന് മാറ്റാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. അതിനു വേണ്ടി ആരും ഇങ്ങോട്ടേക്ക് വരികയും വേണ്ട എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ ഒന്നും നടക്കത്തില്ല, അവളെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും, നീ എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്ക് എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരനും അതുപോലെ മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, അവളെ വിളിക്കുക എന്നിങ്ങനെ പറയുമ്പം അലീനെ എവിടെയും കാണുന്നില്ല എന്ന് പറയട്ടോ ബബിത. അപ്പോൾ അവളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ വരുമ്പോൾ അലീന അച്ഛൻ്റെ റൂമിലുണ്ടായിരുന്നു, അപ്പോൾ അച്ഛൻ്റെ റൂമിലുണ്ടായിരിക്കും, അലീന താഴേക്ക് ഇറങ്ങി വരാത്തതായിരിക്കും എന്ന് പറയാണ് ബബിത. എന്നാൽ രോഹിത് നീ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നേടാ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് ചെന്ന് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഡോറ് ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടേക്കാണ്. അപ്പോൾ അലീനയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കാമല്ലോ, എന്താ ഇപ്പോൾ താഴെ സംഭവിക്കുന്നതെന്ന് അറിയാത്തതായിട്ട്. അപ്പം അലീന ഡോറ് തുറന്നതെന്ന് രോഹിത് ഇങ്ങനെ വിളിക്കുമ്പോൾ അലീന പെട്ടെന്ന് ഡോറ് തുറക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ ആദ്യം. പക്ഷേ പെട്ടെന്നാണ് അച്ഛൻ പറഞ്ഞ കാര്യം ഓർത്തത്, ബാലചന്ദ്രൻ പറഞ്ഞ കാര്യം ഓർത്തത്. അങ്ങനെ ഡോറ് തുറക്കാതെ അവിടെ ഇരിക്കണം. അപ്പോൾ രോഹിത് ആണെങ്കിൽ കുറേ തവണ വിളിക്കുന്നുണ്ട്, പക്ഷേ അലീന ഡോറ് തുറക്കുന്നില്ല കേട്ടോ. അങ്ങനെ രോഹിത് താഴേക്ക് വന്നിട്ട് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുകയാണ്. താഴേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അവൾ ഡോറ് തുറക്കുന്നില്ല എന്ന് പറയാണ്. ആഹാ, ഡോറ് തുറക്കുന്നില്ല എന്ന്, എന്നാൽ നമുക്ക് ചവിട്ടി പൊളിക്കാം എന്നൊക്കെ പറയണം നമ്മുടെ രാജീവ്. എന്നാൽ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് എന്ന് ബാലചന്ദ്രൻ വെല്ലുവിളിക്കുന്നുണ്ട്. ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ തിരിച്ചു പോകത്തില്ല നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അവരൊന്ന് അടങ്ങുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബാലചന്ദ്രനെ കുറേ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് ശരിയാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ഒട്ടും എടുക്കുന്നില്ല കേട്ടോ. അവസാനം വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എനിക്കിനി ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഞാനിനി ജീവിച്ചിരിക്കത്തില്ല. എനിക്ക് എൻ്റെ രീതിയിൽ ജീവിക്കാൻ, എൻ്റെ വീട്ടിൽ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ, നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇഷ്ടമുള്ളിടത്തേക്ക് ഇറങ്ങിപ്പോകാം, ഞാനിവിടെ ആരെയും പിടിച്ച് കെട്ടിയിട്ടിട്ടൊന്നുമില്ല എന്ന് പറയണം. അതെങ്ങനെ ശരിയാവും ബാലചന്ദ്ര? നിങ്ങളുടെ ഭാര്യയല്ലേ ഇവള്, അപ്പോൾ ഇവളെ എങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റും? ഞാൻ പുറത്താക്കിയില്ലല്ലോ. ഇവിടെ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയണം. എന്നാലും നിങ്ങൾ അവളെ പറഞ്ഞയക്കില്ല എന്നല്ലേ ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ അവളെ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയട്ടോ. അപ്പോഴാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവസാനം ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെ മോശമായിട്ടൊക്കെ പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അഥവാ നിങ്ങൾക്ക് അവളെ പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ അവളെ പറഞ്ഞയക്കാം, പക്ഷേ അതിനു മുൻപ് എനിക്ക് ശിവേട്ടനോടും തനിച്ച് സംസാരിക്കണം, ശിവേട്ടനോടും രാജീവിനോടും തനിച്ച് സംസാരിക്കണം എന്ന് പറയട്ടോ. അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ആകെ ഷോക്കാവുന്നുണ്ട്, എന്തിനാപ്പോൾ തനിച്ച് സംസാരിക്കണേ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഇന്ന് വേണമെന്നില്ല, പിന്നെ ഒരു ദിവസം ആവട്ടെ, ഇന്ന് എന്താണെങ്കിലും എനിക്കിവ സംസാരിക്കാൻ സമയവുമില്ല, അതിനുള്ളൊരു മൂഡുമില്ല. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം ശിവേട്ടൻ വാ, നമുക്ക് സംസാരിക്കാം, അതിനുശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്താണെങ്കിലും അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് കഷ്ടപ്പെട്ട് വരേണ്ടതില്ല എന്ന് ലാസ്റ്റ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അലീനയെ പുറത്താക്കത്തില്ല എന്നുള്ളൊരു സൂചന കൊടുക്കുകയാണ്. ഇനി ശിവേട്ടൻ വന്ന് സംസാരിച്ചു കഴിഞ്ഞാലും ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം അറിയിക്കുകയാണ് ബാലചന്ദ്രൻ.
അതിനുശേഷം ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഡോറിൽ മുട്ടിയിട്ട് അലീനയെ വിളിക്കുമ്പോൾ അലീന ഡോറ് തുറക്കുന്നുണ്ട്. കയറിയ പാടെ ബാലചന്ദ്രൻ കഥ അടയ്ക്കുകയാണ്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, പേടിച്ചു പോയോ നീ എന്ന് ചോദിക്കുമ്പോൾ, എന്തൊക്കെയാ അച്ഛ താഴെ നടന്നത്, എനിക്ക് ആകെ പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ തലയിൽ ഇങ്ങനെ തലോടി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശിവേട്ടൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ശിവേട്ടൻ വരുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ, ആ ശിവേട്ട പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ബാലചന്ദ്ര നിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ശിവേട്ട, പിന്നീട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ, പറ്റില്ല ബാലചന്ദ്ര, എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം, ഞങ്ങൾക്ക് ഒരുപാട് ദിവസമൊന്നും ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, ശിവേട്ടന് സംസാരിക്കാനുണ്ടെങ്കിൽ ശിവേട്ടൻ്റെ പെങ്ങളോട് സംസാരിക്കുക, അവളെ ആദ്യം ശരിയാക്കിയെടുക്ക് എന്ന് പറയാട്ടോ. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, അവളോട് സംസാരിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ് പ്രശ്നം, ഇവളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുമെന്നാണ് മനസ്സിലായതെന്ന് പറയുമ്പോൾ, ഇവളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും സോൾവ് ആവില്ല ശിവേട്ട, ഇവളാണ് ഈ വീട്ടിലെ നെടുന്തൂൺ, ഇവളില്ലെന്നുണ്ടെങ്കിൽ ഈ വീടില്ല എന്ന് തന്നെ പറയണം. താൻ എന്തൊക്കെയാണ് പറയണത് ബാലചന്ദ്ര, ഈ പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയായിട്ട് വന്നതാണ്, ആ ജോലി കഴിയുമ്പോൾ എന്താണെങ്കിലും ഇവളെ നമ്മൾ പറഞ്ഞയക്കേണ്ടതല്ലായിരുന്നോ, ഇപ്പോൾ അമ്മയ്ക്ക് ഏകദേശം ഭേദമായി, എങ്കിൽ പിന്നെ ഇവളെ പറഞ്ഞയക്കാലോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഇവൾ ജോലിക്കാരിയല്ല ശിവേട്ട, എൻ്റെ മകളാണ്, എൻ്റെ മൂത്ത മകളാണ് എന്ന് പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ശിവന് ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ പെങ്ങൾ ആഗ്രയിൽ പോയി പഴിച്ചുണ്ടാക്കിയ സന്തതിയാണ് ശിവേട്ട ഇത് എന്ന് പറയട്ടോ. അത് കേട്ടതും ശിവശങ്കരനാകെ ഞെട്ടി തരിപ്പണമായി പോവാട്ടോ. അപ്പോൾ നീ എന്തൊക്കെയാണ് ബാലചന്ദ്ര പറയണത്, നീ എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് ശിവേട്ടൻ കേട്ടില്ലേ, സ്വന്തം പെങ്ങൾ ആഗ്രയിൽ പോയി ഒരുത്തൻ്റെ കൂടെ കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി പിഴച്ചുണ്ടാക്കിയില്ല ഒരു കൊച്ചിനെ, ആ കൊച്ചിനെ നിങ്ങളെല്ലാവരും കൂടെ കൊണ്ടുപോയി അനാഥാലയത്തിൽ തള്ളിയില്ലേ, വൈജിയോട് ആ കൊച്ച് മരിച്ചു പോയെന്നും പറഞ്ഞില്ലേ, പിന്നീട് നിങ്ങളുടെ രാവണ്യമ്മാമ വന്നിട്ട് ആ കൊച്ച് 2 വയസ്സായപ്പോഴേക്ക് മരിച്ചു പോയി എന്നും പറഞ്ഞില്ലേ, ആ കൊച്ചാണ് ഇപ്പോൾ ശിവേട്ടൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അലീന എന്ന് പറയുമ്പോൾ എല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ശിവേട്ടൻ. എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കണം. ഇനി ശിവേട്ടൻ പറ, ഇവളെ ഞാൻ എന്ത് ചെയ്യണം, തല്ലിക്കൊല്ലണോ, തെരുവിലേക്ക് വലിച്ചെറിയണോ, എന്ത് ചെയ്യണം, ആരെയാണ് ഞാൻ തെരുവിലേക്ക് ഇറക്കി വിടേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഉത്തരമൊന്നും പറയാനില്ലാതെ നിൽക്കുകയാണ് ശിവശങ്കരൻ. പിന്നെ അവിടെ അധികം നേരം നിൽക്കാതെ ശിവൻ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ, അവിടുന്ന് താഴേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ അയാളാണെങ്കിൽ ആകെ തകർന്ന മട്ടിലാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ താഴെയാണെങ്കിൽ ഇവരൊക്കെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ, എന്തായിരിക്കാം പറഞ്ഞത് എന്ന് ഓർത്തിട്ട്. അപ്പോൾ ശിവേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, വാ പോവാം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ വൈജ വന്ന് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. ശിവേട്ടനും എന്നെ കൈയൊഴിഞ്ഞു അല്ലേ, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്, ഞാനും ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ, നീ ഈ വീട്ടിൽ നിന്ന് ഒരിടത്തും പോകുന്നില്ല, അത് നിൻ്റെ വീടല്ല, നിൻ്റെ വീട് ഇതാണ്, നീ ഇവിടെയാണ് താമസിക്കേണ്ടത്, ഇവിടെ നിന്നെങ്ങാനും കൊല്ലപ്പള്ളിയിലേക്ക് വന്നാൽ കാലൊടിച്ച് ഞാൻ ഒരു മൂലക്കിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ശിവേട്ടൻ തിരിച്ചു പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് വൈജയന്തി.